തൂശനില വിളമ്പി വെച്ചു, തുമ്പപ്പൂച്ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം വിളമ്പി വെച്ചു. യെസ്, ഈറ്റ് കോട്ടയം മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിക്കു പറയങ്ങാടൻ. ശബരിമലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 10-15 ദിവസത്തേക്ക് നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് തൊട്ട് വെജിറ്റേറിയനാണ്, ശുദ്ധ വെജിറ്റേറിയൻ. അങ്ങനെ ഞായറാഴ്ചയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വിശപ്പ്. അപ്പോഴാണ് അറിഞ്ഞത് കോട്ടയത്ത് കൊട്ടാര സദ്യ കിട്ടുമെന്ന്. അങ്ങനെ കൊട്ടാര സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങിയാണ് ഞാനും ശ്രുതിയും കൂടെ. അങ്ങനെ നമ്മുടെ നാമ്പടത്തുള്ള ആനന്ദ ഭവനിലെത്തി. അങ്ങനെ നല്ല ഉച്ച സമയം, നല്ല തിരക്കുണ്ട്. നമ്മൾ ചെന്നിരുന്നു, വാഴയില വന്നു, അത് വിരിച്ചു, തുമ്പിടത്തേക്കാക്കി ഇട്ടു. അങ്ങനെ ബാക്കി കറികൾ, ഐറ്റംസ് എല്ലാം പട്ടേന്ന് ഇലയിൽ വന്ന് വീണു. ലാസ്റ്റാണ് കൊണ്ട് പപ്പടവും ശർക്കര വരട്ടിയും ഇട്ടത്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശപ്പിൻ്റെ ഒരു ഉൾവിളി കാരണം ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ചോറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ടൈം ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പപ്പടത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞൻ പരിപ്പോടെ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ചോറ് വരുന്നിടം വരെ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പരിപ്പോടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. തണുത്ത് മരവിച്ചിരിക്കുന്നൊരു പരിപ്പോട. അതിനെ കൂടുതൽ ഉപദ്രവിക്കാതെ ഇലയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വെച്ചു. അങ്ങനെ ചോറ് വന്നു. ചോറിനൊപ്പം ഒഴിക്കാനായിട്ട് പരിപ്പേറി വന്നു. പക്ഷേ പരിപ്പേറിയുടെ കൂട്ടത്തിൽ നെയ്യ് അവർ തന്നില്ല. ആ ഒരു സങ്കടത്തോടു കൂടി ഞാൻ ആ ചോറും പരിപ്പേറിയും ഇങ്ങനെ കുഴച്ച് അവരെ ഒന്നാക്കിക്കൊണ്ടിരുന്നു. പരിപ്പേറിയിൽ നെയ്യ് ഒഴിക്കാത്തതിൻ്റെ ആണോ അതോ ഷെഫിന് പരിപ്പേറി വെക്കാൻ അറിയാത്ത ഉണ്ടാണോ എന്നറിയത്തില്ല. പരിപ്പേറിക്ക് ഒരു ജീവനും ഇല്ലാത്ത പരിപ്പേറി. ആ ജീവനില്ലാത്ത പരിപ്പേറിയെ തൊടുകറികളുടെ സഹായത്തോടു കൂടി അല്പം ജീവൻ വെപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഒരു പരിധിവരെയൊക്കെ ഞാൻ വിജയിച്ചു എന്ന് പറയാം കേട്ടോ. സംഭവം കുഴപ്പമില്ലാതെ എങ്ങനെയെങ്കിലും ഈ പരിപ്പേറി കൂട്ടിയുള്ള ആദ്യത്തെ ട്രിപ്പ് ചോറൊന്ന് ഫിനിഷ് ചെയ്താലല്ലേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ട്രിപ്പിൽ ഇനിയിപ്പോൾ കാളൻ ട്രൈ ചെയ്യണം, അതുപോലെ സാമ്പാർ ട്രൈ ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി കറികളൊക്കെ വെച്ച് ആ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അവർ പായസം കൊണ്ടുവച്ചു. 2 കൂട്ടം പായസമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. പാലടപ്രഥമനുണ്ട്, അടപ്രഥമനുണ്ട്. പിന്നെ ഇങ്ങനത്തെ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ ഈ ആനന്ദഭവൻ്റെയും അതുപോലെ ആര്യസിലെയൊക്കെ പായസത്തെ നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഓണ സമയത്തൊക്കെ നമ്മൾ പായസം അവിടുന്ന് ധാരാളം മേടിക്കുന്നതാണ്. പായസമൊക്കെ അവരുടെ അടിപൊളി ഇതാണ്ട് ഈ മധുരം അത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ അത് കൂട്ടിയാണ് കൂടുതലും ചോറ് കഴിച്ചത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് വന്നു. സാമ്പാർ ഒഴിച്ചു, കഷ്ണങ്ങളില്ലാത്ത അതിമനോഹരമായ സാമ്പാർ. അതിനൊപ്പം കാളൻ ഒരു സൈഡിലൊരു അല്പം കാളനും ഒഴിച്ചോളാം ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യം സാമ്പാർ ട്രൈ ചെയ്യാം. സാമ്പാർ എന്തുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ ഇവർ സാമ്പാറിൻ്റെ അകത്ത് കഷ്ണമിടാത്തതിനെ പറ്റി ഒരു CBI അന്വേഷണം തന്നെ നടത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ വേറൊരു സംഭവമുണ്ട്, സാമ്പാർ സൂപ്പർ സാമ്പാറായിരുന്നു. അതിന് കൂടുതൽ കുറച്ച് കഷ്ണം കൂടി ഇവർക്ക് ഇട്ടാൽ എന്തായിരുന്നു സംഭവം ടേസ്റ്റി, അടിപൊളി സാമ്പാർ. അതുപോലെ തന്നെ ആ കാളനും സൂപ്പർ കാളനായിരുന്നു. അതിൻ്റെ ചെറിയൊരു പുളിയും ആ ഒരു മധുരവും എല്ലാം നല്ലപോലെ ബാലൻസ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. സംഭവം അടിപൊളി. അങ്ങനെ ശ്രുതി നേരത്തെ തന്നെ പരിപാടി എല്ലാം തീർത്തു. അവിടെ പായസം പരിപാടി തുടങ്ങി. ഞാനൊരു ഇച്ചിരി ലേശം മധുരക്കറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ കാളനും ചോറും മധുരക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒരു ലേശം ചോറൂടെ കഴിച്ച് അങ്ങനെ ചോറിൻ്റെ പരിപാടി ഫിനിഷ് ചെയ്തു. ശ്രുതി അപ്പം അട ഫിനിഷ് ചെയ്തു, പാലടയിലേക്ക് കടന്നു. ഞാൻ ബോളി എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ കുറച്ച് പാലട ഒഴിച്ചു. അതിനുശേഷം കുറച്ച് അടപ്രഥമൻ ഒഴിച്ചു. അങ്ങനെ അത് രണ്ടുകൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസക്കഴിപ്പും പരിപാടികളും എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒരു കുഞ്ഞ് പപ്പട പീസ് ഉണ്ടായിരുന്നു. പപ്പടം ഒഴിച്ച് പാലടയൊന്ന് മിക്സ് ചെയ്ത് അതും കഴിച്ച് അങ്ങനെ ഞാനും ഇന്നത്തെ സദ്യ പരിപാടി ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് അവർ കൊണ്ടുവച്ച ആ പച്ചമോരുണ്ടായിരുന്നു, പച്ചമോരും കഴിച്ചാണ് അങ്ങനെ ഇന്നത്തെ സദ്യ പരിപാടി നിർത്തിയത്. അവസാനമാണ് ഇവർ ചിപ്സും ശർക്കര വരട്ടിയും കൊണ്ടുവച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതിഷേധം അവസാനം ശർക്കര വരട്ടിയും ചിപ്സും കഴിച്ച് ഞാൻ ഒരിക്കൽ കൂടി അവരെ രേഖപ്പെടുത്തി. സദ്യ മോശം പറയാനൊന്നുമില്ല കേട്ടോ. ഈ കർക്കിടക മാസത്തിലൊക്കെ നമുക്കൊരു സദ്യ കഴിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗ്ഗം, ഒരു ആവറേജ് സദ്യ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.